അപ്പോൾ എല്ലാ വർഷവും നമുക്ക് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വൃക്ഷത്തൈകൾ നൽകുന്ന സുധീഷ് മാണിയത്തിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷത്തോളമായി കണ്ണൂർ ജില്ലയിലെ കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂളിൽ കണ്ണൂർ മൗണ്ടനും മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനും ചേർന്ന് കുട്ടികൾക്കായി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു വരുന്നു. ഈ വർഷം 2026 ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സുധീഷ് മാണിയത്ത് നടത്തി. എളയാവൂർ പഞ്ചായത്തിൽ നിന്നും ലഭിച്ച സപ്പോർട്ട തൈയും മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ നിന്ന് ലഭിച്ച ചാമ്പക്ക തൈയുമാണ് സ്കൂൾ അങ്കണത്തിൽ വച്ചുപിടിപ്പിച്ചത്. തുടർന്ന് ചെടികൾ പരിപാലിക്കേണ്ട രീതിയെക്കുറിച്ച് സുധീഷ് മാണിയത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. ഒപ്പം പ്രധാന അധ്യാപികയായ ശ്രീജ ടീച്ചർക്ക് വൃക്ഷത്തൈ കൈമാറുകയും ഇനിയും വരും വർഷങ്ങളിലും സ്കൂളുമായി ചേർന്ന് മികച്ച പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കണ്ണൂർ മൗണ്ടനും മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനും സംയുക്തമായി നടത്താൻ പദ്ധതിയുണ്ടെന്നും കണ്ണൂർ മൗണ്ടൻ MD സുധീഷ് മാണിയത്ത് പറഞ്ഞു. ചടങ്ങിൽ ഹെൽത്ത് ടീച്ചർ സ്വാഗതം പറഞ്ഞു. കൃപ ടീച്ചർ നന്ദിയും പറഞ്ഞു. സീഡ് കോർഡിനേറ്ററായ പ്രജിന PV ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കണ്ണൂർ മൗണ്ടൻ്റെ പ്രേക്ഷകരെ, എനിക്ക് പുറകിലായിട്ട് കുറേ കുട്ടികളെ കാണാം. അപ്പോൾ ഈ കുട്ടികളൊക്കെയാണ് എൻ്റെ സമ്പാദ്യം. കാരണം ഈ ഒരു കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂളിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാനല്ല, ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ, ഇവരുടെ സപ്പോർട്ടാണ് ഇങ്ങനെ ഇവിടെ മരം നടാനും അതുപോലെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള പ്രധാന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ കണ്ണൂർ മൗണ്ടൻ കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മൾ ഈ സ്കൂളിൽ നട്ടതാണ്. അപ്പോൾ ഈ വർഷം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് തൈയും അതുപോലെ തന്നെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ഒരു ചാമ്പയാണ് നമ്മൾ ഈ സ്കൂളിൽ വെച്ചിരിക്കുന്നത്. ഓരോ കുട്ടികൾക്കും ഓരോ വൃക്ഷത്തൈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ കാലാവസ്ഥയുടെ, അതായത് വെള്ളം നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ വർഷം ഇനിയിപ്പം പപ്പായ തൈയായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു മഴ അതിന് സമ്മതിക്കുന്നില്ല. കാരണം പപ്പായ മഴവെള്ളം കൊണ്ട് നശിച്ചു പോകുന്നതുകൊണ്ട് മഴ കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് നമ്മൾ പപ്പായ തൈ നൽകുന്നതായിരിക്കും. അതായത് കിഴുത്തള്ളി സ്കൂളിലെ സീഡ് കോർഡിനേറ്റർ പ്രജിന ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറാണ് ഈ കുട്ടികളൊക്കെ ഈ ചെടി നടാനും അവരൊക്കെ പ്രചോദനം നൽകുന്നത്. അപ്പോൾ ടീച്ചറെ, എന്താണ് പറയാനുള്ളത് കുട്ടികളോടും അതുപോലെ തന്നെ പ്രേക്ഷകരോടും, കാണുന്ന പ്രേക്ഷകരോടും? ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മാർഗനിർദ്ദേശം എന്തൊക്കെയാണ്? കുട്ടികളെല്ലാവരും ചെടികളെ സ്നേഹിക്കുക, അതുപോലെ അവയെ നശിപ്പിക്കാതെ പരിപാലിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കാണാം ഇവിടെ കുറേ മരങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കുട്ടികളോട് ഇനി എങ്ങനെയാണ് അതിനെ നോക്കാനും അതുപോലെ പരിപാലിക്കാനൊക്കെ പറയുന്നത്? അതിനാവശ്യമായ വേനൽക്കാലത്ത് വെള്ളം നനച്ചുകൊണ്ടും അതിനാവശ്യമായ വളങ്ങളും നട്ടുകൊണ്ടും മറ്റ് കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവരെ അവിടെ നിന്ന് മാറ്റി കളിക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ചെടികളെ സംരക്ഷിക്കുക. അതാണ് കുട്ടികളോട് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5-6 ചെടി കാണാം. അപ്പോൾ ഈ ഒരു 5-6 ചെടിക്ക് ഒരു ചെടിക്ക് 2 പേരെ വെച്ചിട്ട് വളണ്ടിയർമാരെ ആക്കി കഴിഞ്ഞാൽ അവർ നോക്കും ഈ ഒരു ചെടിയെ ആരെങ്കിലുമൊക്കെ നശിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ടൊക്കെ, അങ്ങനെ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർഷം തൊട്ട് ഈ ഒരു ചെടിക്ക് 2 പേര് വളണ്ടിയർമാർ, അവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെടി അവർ സംരക്ഷിച്ചോളും. കുട്ടികൾ ചെയ്തോളും. വൈകുന്നേരം ലാസ്റ്റ് ട്രിപ്പിലുള്ള കുട്ടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പോകുന്നത് വരെ ആ കുട്ടികൾ സ്കൂളിലുണ്ടാവും. അപ്പോൾ അവർ ആ ചെടികളെ സംരക്ഷിച്ചോളും. ഓക്കെ, കിഴുത്തള്ളി സ്കൂളിലെ പ്രധാന പ്രശ്നം തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ട് കാണുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കണം. അതുപോലെ കുട്ടികൾ കളിച്ച് പഠിക്കണം. അതായത് ഈ ഒരു അവസ്ഥ എനിക്കറിയാം, കുട്ടികൾക്ക് കളിക്കാനൊരു ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകും. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ടും സ്കൂളിനോടനുബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്തു കൊടുക്കുക. അതായത് കളിസ്ഥലം പ്ലസ് വിദ്യാലയം എന്നാണ് എനിക്ക് തോന്നുന്നു പുതിയ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തം. അപ്പോൾ അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത്.